ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇതപ്പോൾ എണീറ്റുള്ളൂ. അച്ഛമ്മ ഗുഡ് മോർണിംഗ്. അച്ഛമ്മ ഗുഡ് മോർണിംഗ് പറയുന്നതിലൊരു ശൈലി ഉണ്ട് കേട്ടാ. അച്ഛമ്മ ഇപ്പോൾ ഓക്കെ, നമ്മൾ അച്ഛമ്മനെ ഓക്കെ ആക്കിട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് മോർണിംഗ്. ഗു എന്ന് പറ. മോർണിംഗ് മണിയല്ല, മോർണിംഗ്. ആ അപ്പൊ ഗുഡ് മോർണിംഗ്. അച്ഛനെ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് പഠിപ്പിച്ച് ഡെവലപ്പ് ചെയ്യണം. ന്യൂ ജനറേഷൻ ആക്കാൻ പോവാണ്. ഇരിക്കുന്ന ശൈലി കണ്ട. ഏത് വീഡിയോ ഇട്ടാലും അച്ഛനെ കാണിക്കുക ഒരു 100 കമന്റെങ്കിലും അങ്ങനെ വരും. മനസ്സിലായില്ല തോന്നണോ അല്ലേ? ഒന്നും കൂടെ ലാസ്റ്റ് ആയിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറ. അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേൾ ഫ്രണ്ട് വാങ്ങിച്ച ഒരുപാട് ഗിഫ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. പിന്നെ കുറേ പരിപാടികളുണ്ട്. പുതിയ വീട് വെക്കാൻ പ്ലാനുണ്ട്, എല്ലാം പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരും വീഡിയോസിൽ ഇടാം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാം കേട്ടാ. എല്ലാ ചമ്മ ഹായ് കാണിക്ക്. രാവിലെ എണീറ്റ് ഉറക്കക്ഷീണത്ത് അങ്ങനെ ഇരിക്കുകയാണ് ചായ കുടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഗേൾ ഫ്രണ്ട് എനിക്ക് എന്തൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള വലിയ ഹൈ ആയിട്ടുള്ളതൊക്കെ അല്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ രാവിലെ എണീറ്റിരിക്കുകയാണ്. രാവിലെ എണീറ്റതും പിന്നെ വേറൊരു കാര്യം, രാവിലെ എണീറ്റതും ഇങ്ങനെ ഈ കിളികളുടെ സൗണ്ടൊക്കെ ഇട്ടിട്ട് എണീപ്പിക്കാൻ നല്ല സുഖമാണ്. ഇനിയിപ്പോൾ നിറച്ച് വാങ്ങിച്ചു വെക്കണം. വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ കിളികളൊക്കെ വാങ്ങിച്ചു വെക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ട് വാങ്ങിച്ചു തന്നത് എന്തൊക്കെയാണ് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾക്ക് സ്പ്രിങ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. സ്പ്രിങ് പൊസിഷൻ കണ്ടാ, ഇതാണ് അച്ഛൻ്റെ സ്ഥിരം പൊസിഷൻ. ഒരു ചാരി കസാര വാങ്ങിച്ചു തരട്ടെ? ഈ ചെയർ മാറ്റാം നമുക്ക്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചെയർ വാങ്ങിച്ചു തരാം നിങ്ങൾക്ക്. കണ്ട, ഈ ചെയർ അത്രക്ക് ഇഷ്ടമാണ്. എന്താ കാരണം പറ. പറയും. ഈ ചെയർ മാറ്റാൻ തന്നെ കുറെ പേര് പറയുന്നു വീഡിയോ കണ്ടിട്ട്. ചാണ് വരെ ഇതിലായിരിക്കുള്ളൂ. ആ ചെയർ പൊട്ടിയാ ചെയർ കണ്ടോ? ചെയറിൽ കണ്ടതാണ് ചെയർ. ഇത് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു ചെയറാണ്. ശരി, ഇരുന്നോ. ഇരിക്കുന്ന ശൈലി കണ്ട. ചിരിക്കേ മതി. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വാങ്ങിച്ചു തരാം. കാമുകി വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ റൂമിലാണ് എല്ലാം വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം കിട്ടിയ ഒന്നാണ്. എൻ്റെ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ പ്ലേ ബട്ടൺ. പിന്നെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൊമ്മ, അതൊക്കെ ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെയാണ്. ഇതാണ് മലേഷ്യൻ ഡോളർ കേട്ടോ. മലേഷ്യക്ക് ട്രിപ്പ് പോയപ്പോൾ അവിടുത്തെ പൈസ മാറ്റിയപ്പോൾ കിട്ടിയതാണ്. ഇത് മലേഷ്യത്തെയാണ്. ഇത് മണാലി. വെറുതെ ഒരു വടക്ക് നോക്കി യന്ത്രവും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാമുകി വാങ്ങിച്ചത് ഗിഫ്റ്റുകൾ കാണിച്ചു തരാട്ടെ. ഇതിൻ്റെ അടിയിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഷെൽഫിൻ്റെ അടിയിൽ കുറേ പഴയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ പെട്ടിയിലാണ് കാമുകി വാങ്ങിച്ച ഗിഫ്റ്റുകളൊക്കെ വെച്ചിരിക്കുന്നത്. കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗേൾ ഫ്രണ്ട് വാങ്ങിച്ചത് മുഴുവൻ സമ്മാനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഷർട്ട് അങ്ങനെയുള്ളതല്ലാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. വിലപ്പൊടുപ്പുള്ള, നിങ്ങൾ വിചാരിക്കാൻ പൈസയായിട്ട് വലിയ വാല്യൂ ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. ഇപ്പൊ കുഞ്ഞു സാധനങ്ങളാണ് കേട്ടോ. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്ക് അറിയൂ. ഞാൻ കാണിച്ചു തരാം. എല്ലാം സ്പെഷ്യലായിട്ട് ലൈഫിൽ സ്പെഷ്യലായിട്ട് സാധനങ്ങളാണ്. അതെല്ലാം കാണിച്ചു തരാട്ടാ. നമ്മൾ വെളിയിൽ ഇരുന്നിട്ട് കാണിച്ചു തരാട്ടാ. കാരണം അച്ഛമ്മ വെറുതെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഇരുന്നിട്ട് കാണിച്ചു തരാട്ടാ നമ്മുടെ പെട്ടിയ സാധനങ്ങൾ. ഇവിടെ വെറുതെ ഇരിക്കല്ലേ, പിടിച്ചിട്ടിരുന്നോ? വെറുതെ ഇരിക്കല്ലേ, പിടിച്ചിട്ടിരുന്നോ? ഹാപ്പി അല്ലേ? ഇതൊക്കെ വിലപ്പിടിപ്പുള്ള സാധനങ്ങളാണ്. അതെന്ന് തന്നെ പറയാ, ചീപ്പാണ് കേട്ടോ. എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നൊരു ചീപ്പാണ് കേട്ടോ. ബർത്ത്ഡേക്ക് കുറെ സമ്മാനങ്ങൾ വന്നു. അതിലൊന്നാണ് ചീപ്പ്. ഫസ്റ്റ് തന്നെ മോൾ ഉണ്ടായിരുന്നോണ്ടാണ് ഈ സാധനം കൊടുത്തന്ന്. പിന്നെ എന്ന് പറയുന്നത് ഒരു ലവ് ലെറ്റർ. ഇന്നാളത്തെ ലവ് ലെറ്റർ എഴുതോ ഇല്ലെന്നൊന്നും അറിയില്ല, കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷെ അത് കുറേ അപ്പോൾ ആ ഒരു ടൈമിൽ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് തന്ന ലവ് ലെറ്ററാണ് കേട്ടോ. കോളേജിൽ പഠിക്കുമ്പോൾ തന്ന ലവ് ലെറ്ററാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഒരു ആൽബം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. ഒരു വലിയൊരു
മെമ്മറി ആയിട്ടുള്ള ഒരു സാധനമാണ്, എൻ്റെ വലിയൊരു ഓർമ്മയായിട്ടുള്ള സാധനമാണ് ഈ സാധനം. അറിയോ എന്താണ് ഇതിൻ്റെ ഉള്ളത്? ബുക്കാ? ആ അതന്നെ. ഈ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ കുറേ ഫോട്ടോസ് ഉണ്ട്. ഞങ്ങളുടെ പേഴ്സണൽ ഫോട്ടോ കാണിക്കാൻ പറ്റില്ല, അവളുടെ വീട്ടിൽ കാണിക്കാൻ പറ്റില്ല ഫോട്ടോയേ. അവന് ഫോട്ടോ കാണിക്കണ, ഫോട്ടോ ക്യാമറയിൽ കാണിക്കണോന്ന്. ഇവളുടെ ഫോട്ടോ എങ്ങനെയുണ്ട്? അയ്യോ അയ്യ, അച്ഛമ്മ ആള് കൊള്ളാലോ. ഇപ്പോഴൊക്കെ ഇതുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ അറിയാം. ഫോട്ടോസ് കാണിക്കാൻ പറ്റില്ല. ഇതിലില്ലേ ആദ്യമായിട്ട് ഞാനില്ലേ അച്ഛൻ്റെ ഫീസ് കൊടുക്കണമെന്ന് വാങ്ങിച്ചിട്ട് നുണ പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് ഡയറി മിൽക്ക് വാങ്ങിച്ചു, മുട്ടായി അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു. ആ പൈസക്ക് വാങ്ങിച്ചു കൊടുത്ത ഡയറി മിൽക്കിന്റെ കവറാണ് കേട്ടോ. ആദ്യം അയ്യോ പിള്ളേർ കാണാൻ പറഞ്ഞു, സബ്സ്ക്രൈബേഴ്സ്. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആക്കാം. കുറെ അനിയന്മാരെ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. വീഡിയോ എടുത്തോണ്ടിരിക്കടാ കുറെ പേര്. നമ്മുടെ അനിയന്മാർ വന്നിട്ട് പോയി. ഇത് നമ്മളെ ആദ്യമായിട്ട് അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്താണ്. 2020-21 മറ്റേ വാങ്ങിച്ചു കൊടുത്ത ഡയറി മിൽക്കാണ് കേട്ടോ. ഇത് ഒരു ആൽബത്തിൻ്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളെല്ലാ ചെറിയ ചെറിയ സാധനങ്ങളും കിട്ടിയോ എടുത്ത് വെക്കും കേട്ടോ, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുത്ത് വെക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. പിന്നെ ആദ്യമായിട്ട് പാലക്കാട് കോട്ടയിൽ കറങ്ങാൻ പോയതിൻ്റെ ഒരു ഓർമ്മയാണിത്. 2021 ആദ്യമായിട്ട് പാലക്കാട് കോട്ടയ്ക്ക് പോയതാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് കറങ്ങാൻ പോയ സ്ഥലം എവിടെയാണ്? പാലക്കാട് കോട്ട അറിയോ? ആ പാലക്കാട് കോട്ടയിലാണ് കറങ്ങാൻ പോയത് കേട്ടാ. നിങ്ങളെല്ലാവരും പിന്നെ പോത്തുണ്ടി ഡാമിൽ പോയിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്ക് പോയപ്പോൾ ഡയറി മിൽക്ക് വാങ്ങിച്ചതിന് കൊടുത്ത കവറുകളാണ് കേട്ടോ. ആദ്യമായിട്ട് കോളേജിൽ TC വാങ്ങാൻ പോയപ്പോൾ. പിന്നെ ചിലപ്പോൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഉണ്ടാവുകയെ. ഇത് സിനിമയ്ക്ക് 3D സിനിമയ്ക്ക് പോയപ്പോൾ 3D കണ്ണാടി. പിന്നെ ഞാനുള്ള ഫോട്ടോ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഫോട്ടോയാണ്, അതാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് പൈസ 10 രൂപ കടം വാങ്ങിച്ചത് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബില്ല് വരെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓർമ്മയല്ലേ അല്ലേ? ഓ ഒരുപാട് മെമ്മറികൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. ഓരോന്നോരോന്നായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് തന്നെ ടൈം ഉണ്ടാവുള്ളൂ. ഓരോന്ന് പറയാൻ നിന്നാലേ. വേറെ കാണിച്ചു തരാട്ടെ. ഇനി നമ്മുടെ മെയിൻ സംഭവം കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതൊരു ബുക്കാണ്. ഇതിൽ ഞാൻ വരച്ചു കൊടുത്ത അവൾക്ക് ഗിഫ്റ്റ് കൊടുത്താണ്. അവളുടെ ഗിഫ്റ്റ് എപ്പോഴും ഞാൻ സൂക്ഷിക്കുക കേട്ടോ. കൊടുക്കും നോക്കും വാങ്ങും. ഒരു അവളുടെ വീട്ടിൽ വെക്കണ്ടെന്ന് പറഞ്ഞിട്ടേ. ആദ്യമായിട്ട് കണ്ടത് ഞാൻ ഡ്രോയിങ് പോലെ വരച്ചു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കണ്ടതാണ് ഇത് ഞാൻ ക്ലാസ് റൂമേ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പാലക്കാട് കോട്ടയ്ക്ക് കറങ്ങാൻ പോയത് ഇതാ. ആദ്യമായിട്ട് പാലക്കാട് കോട്ട കറങ്ങാൻ പോയ എൻ്റെ ഒരു ഫോട്ടോ ഇതങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറ കറക്റ്റാക്കി കാണിച്ചു തരാം. ആദ്യമായിട്ട് പാലക്കാട് കോട്ടയ്ക്ക് കറങ്ങാൻ പോയതിൻ്റെ ഫോട്ടോ വരച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യമായിട്ട് ഫെബ്രുവരി 10-നാണ് ആദ്യമായിട്ട് ഞാനൊരു ബൈക്കിൽ കയറ്റിയിട്ട് കറങ്ങാൻ പോണത്. ഫെബ്രുവരി 10-ന്. അത് കഴിഞ്ഞാൽ പിന്നെ ലവ് ലെറ്റർ. പിന്നെ ഒക്കെ എഴുത്തുകളാണ് ലവ് ലെറ്റർ. ഓരോ വർഷം കഴിയുമ്പോഴും ആനിവേഴ്സറിക്കും ലവ് ആനിവേഴ്സറിക്കും സ്പെഷ്യൽ ബർത്ത്ഡേക്കൊക്കെ ഇതിൽ ലെറ്റർ എഴുതിയിട്ടാണ് കൊടുക്കുക. ഇനി അടുത്തത് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട് ഞാൻ വരച്ചത്? പിന്നെ ഉള്ളത് ഇതും അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്മറി എഴുതി വെക്കുന്ന ഒരു ഡയറിയാണ് കേട്ടോ. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ലവ് ലെറ്റർ കാണിച്ചു തന്നു. ഇതൊക്കെ അതുപോലെ തന്നെ ലവ് ലെറ്ററുകളാണ് കേട്ടോ. ഇതും ലവ് ലെറ്ററാണ്. എല്ലാ ലവ് ലെറ്ററുകളാണ്. കുറേ ബർത്ത്ഡേക്ക് കാര്യം പൈസ കൊടുത്തിട്ട് വലിയ വലിയ സമ്മാനങ്ങളൊന്നും വാങ്ങിച്ചു തരില്ല കേട്ടോ. എല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളാണ് കേട്ടോ. ഇതൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സംഭവം അതായത് ഇതൊരു ഗിഫ്റ്റാണ്. ഇതിങ്ങനെ തുറന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ആയിട്ട് വരും. ഒരു അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഗിഫ്റ്റാണ്. ബർത്ത്ഡേക്ക് വാങ്ങിച്ചാൽ ഗിഫ്റ്റാണ് കേട്ടോ. ഒരു മെമ്മറി. ഇതൊക്കെയല്ലേ ഓർമ്മകൾ. പൈസ കൊടുത്തിട്ട് ആരോ ഉണ്ടാക്കിയ സാധനങ്ങൾ വാങ്ങിച്ചു തന്നിട്ട്
അത് പൈസ ആയിട്ട് അത് കൊടുക്കണേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണേക്കാട്ടും നല്ലതുപോലെ നമ്മൾ എഴുത്തും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതൊക്കെയാണ് ശരിക്കും മെമ്മറി ആയിട്ട് വരിക അല്ലേ? വല്ലവരും ഉണ്ടാക്കിയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. അതല്ല അതിന്റെ ഒരു ഓർമ്മ കിട്ടുള്ളൂ അല്ലേ? പിന്നെ ഞാനായിട്ടൊരു ലവ് ആൽബം ഇങ്ങനെ എഴുതിയിട്ടാ. ഞാൻ തന്നെ കൈകൊണ്ട് ചാർട്ടൊക്കെ വാങ്ങിച്ച് ചെയ്തതാണ്. അക്ഷരങ്ങൾ മാത്രം ഇതുപോലെ പ്രിന്റ് ആക്കി എടുത്തിട്ട് ഒരു ലവ് ഡയറി, ഒരു ബുക്ക് മെമ്മറി ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ബുക്ക് ഇതുവരെ കണ്ട നാൾ തൊട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ലൈറ്റ്, ഇതിന്റെ പ്രൈസ് ടാഗ് പോലും കളഞ്ഞിട്ടില്ല കേട്ടോ. അത് കണ്ട പ്രൈസ് ടാഗ് പോലും 60 രൂപ, അതുപോലും കളഞ്ഞിട്ടില്ല കേട്ടോ. ഗിഫ്റ്റ് എനിക്ക് ഇങ്ങോട്ട് വാങ്ങിച്ചു തന്നാണ്. കണ്ട ഇതിലുള്ള ലൈറ്റൊക്കെ കത്തും. ഞാൻ യൂസ് ചെയ്തില്ല, വാങ്ങിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. ഈ 3 എണ്ണം എന്ന് പറയുന്നത് വേലപ്പറമ്പിൽ നിന്ന് ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തൊരു ഗിഫ്റ്റാണ് കേട്ടോ. വാങ്ങിച്ചു കൊടുത്ത് നോക്കി അങ്ങനെ ഞാൻ തിരിച്ച് വാങ്ങിച്ചു, എൻ്റെ കയ്യിലെടുത്ത് വെക്കാൻ. പിന്നെ ഒരു അത്തർ 10-ൻ്റെയാണോ തോന്നുന്നു, 25 രൂപേൻ്റെ അത്തർ എനിക്ക് അവൾ വാങ്ങിച്ചു തന്നാണ്. പിറന്നാൾ വാങ്ങിച്ചു തന്നാണ് കേട്ടോ. പിന്നെ ഒരു ടവലും, ഇത് പൊട്ടിച്ചിട്ട് കൂടിയില്ല, യൂസ് ആക്കിയിട്ടുള്ളൂ, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ അവൾക്ക് മധുരയിൽ പോയി വന്നപ്പോൾ കുറേ വളകൾ വാങ്ങിച്ചു വന്നു, അതൊക്കെ കൊടുത്തു. പക്ഷെ ഒരെണ്ണം മാത്രം പൊട്ടി, അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്, കളയണ്ടാവാൻ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വാങ്ങിച്ചു തന്ന സമ്മാനങ്ങൾ കേട്ടോ. 4 വർഷത്തെ ലവാണ്, 4 വർഷത്തെ വാങ്ങിച്ചു തന്ന സമ്മാനങ്ങളാണ് ഇതൊക്കെ. അച്ചമ്മയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അച്ചമ്മ ടയർഡാണ്, എപ്പോഴും ഈ ഉറക്കം, ഈ ഇരിപ്പ് അല്ലേ? എന്ത് ചോദിച്ചാൽ ഒന്നും കൂടെ ഗുഡ് മോർണിംഗ് പറ, വെലിക്കനെ പറ. ഗുഡ് മോർണിംഗ് പറയണട്ടാ, ഇനി പഠിപ്പിക്കാട്ടാ. എന്താണ് മൂപ്പരാൾക്ക് ഉറക്കം വരുന്ന. ഗൈസ്, പിന്നെ ഒരു ചുവപ്പ് ഷർട്ട്. ഈ ചുവപ്പ് ഷർട്ട് എനിക്ക് ഗേൾ ഫ്രണ്ട് എനിക്ക് വാങ്ങിച്ചു തന്നതാണ് കേട്ടാ. പക്ഷെ അച്ഛനാണ് ഇടുന്നത്. ഞാൻ ഒരു തവണ ഇടുമ്പോഴേക്കും പിന്നെ അച്ഛൻ ഇഷ്ടപ്പെട്ട അച്ഛൻ ഇടാൻ തുടങ്ങി. ഞാൻ പിന്നെ ഗേൾ ഫ്രണ്ട് വാങ്ങിച്ചു തന്നാണെന്നൊന്നും അച്ഛനേക്ക് പറഞ്ഞില്ല, ഇട്ടോട്ടെ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ചുവപ്പ് ഷർട്ട് അച്ഛൻ വാങ്ങിച്ചു തന്നതാണ്. ഇത്രയൊക്കെ സമ്മാനങ്ങൾ തന്നെ മെയിനായിട്ട് അങ്ങോട്ട് കൊണ്ട് വാങ്ങിച്ചു കൊടുത്തുള്ളൂ കേട്ടോ. 4-5 വർഷം അവനെ പോകണം, ഇത്ര സമ്മാനങ്ങൾ മാത്രമേ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ, ഗിഫ്റ്റുകൾ. പിന്നെ ഞാനൊരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോണില്ല, തീരെ ഫോണില്ല, വീഡിയോ എടുക്കാനും കാര്യങ്ങളും ഫോട്ടോ എടുക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു. അത് ഗിഫ്റ്റായിട്ടല്ല ഞാൻ വാങ്ങിച്ചു കൊടുത്ത്, ആവശ്യമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്താണ് അല്ലേ? ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പാവമാണ് നമ്മുടെ അച്ഛമ്മ. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കുന്ന രീതിയിലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഒരു എഴുത്താണെങ്കിൽ പോലും നമ്മൾ എഴുതിയ എഴുത്ത്, നമ്മുടെ എന്തെങ്കിലുമൊക്കെ അതിൽ ഐഡൻറ്റിറ്റി വേണം. അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതിനും കാട്ടി നല്ലത് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഒരു ലവ് ലെറ്റർ, ഇപ്പോൾ ആരും ലവ് ലെറ്റർ അധികം കൊടുക്കാറില്ല, കൊടുക്കുന്നവരുണ്ട്, അധികം കൊടുക്കാറില്ല. പിന്നെ വരച്ചിട്ട് നമ്മളായിട്ട് വരച്ച് കൊടുക്കുന്നത്, അതൊക്കെ ഒരു മെമ്മറിയാണ്. നമ്മൾ പൈസ കൊടുത്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് കുഴപ്പമില്ല, അടിപൊളി പരിപാടിയാണ്. പക്ഷേ എന്താ പറയുക, ആരും ഉണ്ടാക്കി വെച്ച് അവിടെ പൈസ വാങ്ങിച്ച് അവിടെ കടയിൽ പൈസ കൊടുത്ത് വാങ്ങണോ, ആരും ഉണ്ടാക്കിയ ഗിഫ്റ്റ് അത് വാങ്ങിച്ചിട്ട് അങ്ങനെ അവർക്ക് കൊടുക്കണം. അവിടെ ഒരു പൈസയ്ക്കാണ് വാല്യൂ. പണമുള്ളവർ ചിലപ്പോൾ നല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും, പണം ഇല്ലാത്തൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് അങ്ങനത്തെ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനത്തെ അതിനോടുള്ള വലിയ താല്പര്യമില്ല. പിന്നെ ഒരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്താണ്, അത് ഒരു ആവശ്യമുള്ള ഒരു യൂസ് ആയതുകൊണ്ട്, ഗിഫ്റ്റായിട്ടൊന്നുമില്ല, യൂസ് ആയതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്താണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. മെയിനായിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെയാണ് ഗേൾ ഫ്രണ്ട് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ എൻഗേജ്മെൻറ്റ്, വീട് പണി നടക്കുന്നത്. വീട് പണി കഴിഞ്ഞാൽ കല്യാണം, അതിന് മുമ്പ് ചിലപ്പോൾ എൻഗേജ്മെൻറ്റ് ഉണ്ടാവും. അച്ഛമ്മ എന്താണ് വീഡിയോയിൽ എപ്പോൾ കാണിച്ചാലും നിങ്ങൾ അച്ഛമ്മനെ കാണിക്കുന്ന പറയും. അതുകൊണ്ട് മാക്സിമം അച്ഛമ്മനെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരിനെയൊക്കെ എപ്പോഴും വീട്ടുകാർ നോക്കണം കേട്ടോ. ചിലപ്പോൾ അവർ പിറുപിറുന്നൊക്കെ പറയും, വഴക്കൊക്കെ ഉണ്ടാക്കും, വീട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കും, അതുകൊണ്ടൊക്കെ പറയും. പക്ഷെ നമ്മൾ ഒറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം നമുക്ക് നാളെ പ്രായമാവും. അപ്പോൾ അവർ മാക്സിമം അവർക്ക് ഉള്ള കാലം വരെ നമുക്ക് അവരെന്തൊക്കെയോ പറഞ്ഞോ, കുറ്റം പറഞ്ഞോ, കുറവ് പറഞ്ഞോ, നമ്മളൊക്കെ ചീത്ത പറഞ്ഞോ, തല്ലിയോ, ക്ഷമിച്ചിട്ടിരിക്കുക. അവർ പ്രായവരാണ്, കുട്ടികളുടെ മനസ്സാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ വിടുക, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബായ് പറ. ബായ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറ. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരു മോൾക്ക്. ഓക്കെ. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.